ഹലോ നമസ്കാരം. ഞാനിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറിനോ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടോ കാണിക്കുന്നത്. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. റാഗി കൊണ്ടിട്ട് ഇൻസ്റ്റൻറ്റ് ദോശയാണ് ചെയ്യുന്നത്. ഒരുപാട് നേരമൊന്നും ഇത് കലക്കി നമുക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതിനായിട്ട് 1.5 കപ്പ് റാഗിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. 1.5 കപ്പ് റാഗിപ്പൊടിക്ക് ഒരു 1/2 കപ്പ് റവ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉഴുന്നൊന്നും നമ്മൾ എടുക്കുന്നില്ല. അതിന് പകരമായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടല്ലേ ചെയ്യുന്ന തൈര് എടുക്കുന്നുണ്ട്. 1/2 കപ്പ് കട്ട തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് ഇത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്ത വെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളത്തിൽ തന്നെ ചെയ്യണം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 3-3.5 കപ്പ് എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഓരോരുത്തരുടെ കയ്യിലുള്ള റാഗി പൊടിയുടെ ടെക്സ്ചർ അനുസരിച്ചിരിക്കും നമ്മൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി പറയാനായിട്ട്. അപ്പം നമ്മൾ ഒഴിച്ചു നോക്കാം. ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കി വെക്കാം. ദോശമാവിനേലും കുറച്ചുകൂടി ലൂസായിട്ട് കലക്കി വെക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ റവ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ റവയാവുമ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് എന്തായാലും വെക്കണം നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട്. ഒരുപാട് നേരം വെക്കേണ്ട, 10 മിനിറ്റ്. അപ്പോൾ ആ റവ ഉള്ളതുകൊണ്ട് ദോശമാവിൻ്റെ പരുവത്തിൽ തന്നെയാണെങ്കിൽ അതൊന്നും കൂടി കട്ടിയായി പോകും. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് ഈ ഒരു പാകത്തിൽ നമ്മൾ കലക്കി അവിടെ വെച്ചേക്കാം. ഞാനിപ്പോൾ ഇത് കലക്കി വെച്ചെങ്കിലും എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിക്കുന്ന ടൈം ആയപ്പോഴാട്ടോ എടുത്തത്. അപ്പോൾ ഒരു മണിക്കൂറോളമൊക്കെ ഇരുന്ന്. അത്ര ഒന്നും വെക്കേണ്ട, ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയാവും. കണ്ടോ, ഇത് ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ നമ്മളിത് എന്ത് ചെയ്യുക, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പം തന്നെ ചുടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ നേരത്തെ കലക്കി വെച്ച് ആ സമയത്ത് തന്നെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക ഉപ്പ് ചേർത്തിട്ട്. കണ്ടോ, കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് ദോശമാവിൻ്റെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിക്കുക കേട്ടോ. പക്ഷെ ഞാൻ ഈ ദോശക്കല്ല് ചെയ്യുന്നതുകൊണ്ട് ഇതിൽ നെയ്യ് ഇടുന്നത് കൊണ്ട് ഞാൻ അതിൽ നെയ്യ് ഒഴിക്കുന്നില്ല. ഇനി ദോശക്കല്ല് നന്നായിട്ട് നെയ്യൊക്കെ കൊണ്ട് പുരട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ട് ദോശ ചുടും പോലെ ചുട്ടെടുക്കാം കേട്ടോ. നല്ല പേപ്പർ ദോശ പോലെ നമുക്ക് കിട്ടും കേട്ടോ. നല്ല ഹെൽത്തിയുമാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ദോശ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല വലുതായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ട് കുറച്ച് നെയ്യ് കൂടെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നെയ്യ് കൂടെ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് അത് മറിച്ചിട്ട് 2 വശവും മുരിയിച്ചെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ് കേട്ടോ ഈ ഒരു ദോശ. ഇത്രേ ഉള്ളൂ കേട്ടോ. നമുക്കിനി ഇതെടുത്ത് മാറ്റാം. ഇത് നല്ല ഹെൽത്തിയുമാണ്, അതുപോലെ നല്ല ടേസ്റ്റും ആട്ടോ ഇത് കഴിക്കാനായിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. ഒരുപാട് നേരമൊന്നും കലക്കി കുഴച്ചൊന്നും വെക്കേണ്ട. അപ്പോൾ നമുക്ക് രാവിലെ ആണെങ്കിലും ശരി, രാത്രി ആണെങ്കിലും ശരി. അതുപോലെ നമുക്കിത് ഡയറ്റിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. റാഗി ദോശയല്ലേ, സാമ്പാറിൻ്റെയോ ചട്നിയുടെയോ മസാലക്കറിയോ അതോ ഇതുപോലെ മസാല കടലക്കറിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക്